വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടിനുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ രാജേഷ് കെ കോട്ടയം എന്ന ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാട്സപ്പ് ഓപ്പൺ ആക്കുക. അതോടെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം പ്രൊഫൈൽ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം. നേരെ താഴെ കാണുന്ന അപ്ഡേറ്റ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റാറ്റസുകളിൽ വന്ന വലിയൊരു പ്രോബ്ലമാണ് പരിഹരിക്കാൻ പോകുന്നത്. നേരത്തെ സ്റ്റാറ്റസുകൾ നേരെ താഴെയായിരുന്നു, അപ്പോൾ നമുക്കത് നോക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഈ രീതിയിലാണ് സ്റ്റാറ്റസ് കാണുന്നത്. ഇത് നമുക്ക് പഴയതുപോലെ തന്നെ നേരെ താഴെ വരുത്തുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ മിക്കവർക്കും വാട്സപ്പ് ചാനലുകൾ ഉണ്ടാകുമല്ലോ. അവർ പലരെയും ഇങ്ങനെ ഫോളോ ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെ ഫോളോ ചെയ്ത് വെക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഞാൻ 2 പേരെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൽ ഒരു ഫോളോ ചെയ്തതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം നേരെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വന്നു. അവിടെ അൺഫോളോ എന്നൊരു ഓപ്ഷൻ കാണും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് അൺഫോളോ ആക്കുകയാണ്. ഞാൻ ഫോളോ ചെയ്ത് വെച്ചിരുന്നവരെ അൺഫോളോ ആക്കാനുള്ള ഒരു പോപ്പ് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്ത് വെച്ചിരുന്നയാൾ അൺഫോളോ ആയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അൺഫോളോ ആക്കുന്നില്ല, എൻ്റെ ചാനൽ തന്നെയാണ്. സ്റ്റാറ്റസുകൾ നേരെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നേരെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വരുന്നതായിരിക്കും. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. രാജേഷ് കെ കോട്ടയം എന്ന ഇൻസ്റ്റാഗ്രാം ID എൻ്റെ കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോകളുമായി ഇനിയും വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.